CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ഫണ്ട് വിതരണത്തിൽ രാഷ്ട്രീയ വിവേചനമെന്ന ആരോപണം. വേലൂർ പഞ്ചായത്തിൽ കോൺഗ്രസ് അംഗങ്ങൾ സത്യാഗ്രഹ സമരം നടത്തി. പ്രതിപക്ഷ വാർഡുകളെ ഭരണസമിതി അവഗണിക്കുകയാണെന്ന് കോൺഗ്രസ് അംഗങ്ങൾ ആരോപിച്ചു. KV കണക്ട് എന്ന പേരിൽ പുതിയ കസ്റ്റമർ പ്ലാനുമായി കേരള വിഷൻ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന കൺവെൻഷൻ ബുധൻ വ്യാഴം ദിവസങ്ങളിലായി തിരുവനന്തപുരത്ത് നടക്കും. പുതിയ പദ്ധതികളുടെ പ്രഖ്യാപനവും ബിസിനസ് ചർച്ചകളും കൺവെൻഷന്റെ ഭാഗമായി നടക്കും. കേരളത്തിൽ സംഘപരിവാറിന്റെ വർഗീയതയ്ക്കു പുറമെ CPM-ന്റെ വർഗീയത കൂടി തടയേണ്ട അധിക ചുമതല കോൺഗ്രസിനുണ്ടെന്ന് KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം. ജയ് ബാപ്പു, ജയ് ഭീം, ജയ് സംവിധാൻ സമ്മേളനങ്ങളുടെ ഭാഗമായി ചൂണ്ടൽ 5-ാം വാർഡിലെ സമ്മേളനം VT ബൽറാം ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ബ്രഹ്മകുളത്ത് കാട്ടുപന്നിയിടിച്ച് നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞ് ദമ്പതികൾക്ക് പരിക്കേറ്റു. ബ്രഹ്മകുളം കുളത്തിങ്കൽ വിൻസെന്റ്, ഭാര്യ അൽഫോൺസ എന്നിവർക്കാണ് പരിക്കേറ്റത്. കടങ്ങോട് സ്വാമിപടി പാറപ്പുറം പാടശേഖരത്തിലെ കിണറ്റിൽ കാട്ടുപന്നികളെ ചത്ത നിലയിൽ കണ്ടെത്തി. പന്നികളെ തുരത്താൻ കർഷകർ പടക്കം പൊട്ടിച്ച ശബ്ദം കേട്ട് ഭയന്നോടി കിണറ്റിൽ വീണതാകാമെന്ന് കരുതുന്നു. പെരിയമ്പലം 310 ബീച്ച് റോഡിലെ ജനവാസ മേഖലയിൽ അനധികൃതമായി തുറന്ന കള്ളുഷാപ്പിനെതിരെ ജനരോഷം ശക്തം. പ്രതിഷേധ സമരത്തിനൊരുങ്ങി മുസ്ലിം ലീഗ് പുന്നയൂർകുളം പഞ്ചായത്ത് കമ്മിറ്റി. 8ാമത് വേലൂർ ഗ്രാമകം നാടകോത്സവത്തിന് ഒരുക്കങ്ങളാകുന്നു. ഗ്രാമകം അക്കാദമി ഹാളിൽ നടന്ന യോഗത്തിൽ 351 അംഗ സംഘാടക സമിതി രൂപീകരിച്ചു. ഏപ്രിൽ ആദ്യവാരമാണ് 5 ദിവസം നീണ്ടുനിൽക്കുന്ന നാടകോത്സവം നടക്കുന്നത്. പുന്നയൂർ പഞ്ചായത്ത് ജനകീയാസൂത്രണം 2024-25 പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു. കോട്ടപ്പടി BCLP സ്കൂൾ 85ാം വാർഷികാഘോഷം ഗുരുവായൂർ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് ഉദ്ഘാടനം ചെയ്തു. തിരുവങ്കിടം ALP സ്കൂളിന്റെ 118ാം വാർഷിക രക്ഷാകർതൃ ദിനാഘോഷം ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 14ാം വാർഡിലെ നമ്പഴിക്കാട് ആര്യമ്പാടം റോഡിൽ നിർമ്മിച്ച കാനിയുടെ ഉദ്ഘാടനം നടത്തി. ആർത്താറ്റ് സെന്റ് ഗ്രിഗോറിയോസ് അരമന ചാപ്പലിലെ വാർഷിക പെരുന്നാൾ ആഘോഷിച്ചു. കുന്നംകുളം മെയിൻ റോഡ് സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് സിറിയൻ ദേവാലയത്തിനു കീഴിലെ MGM സൺഡേ സ്കൂളിന്റെ വാർഷികം ആഘോഷിച്ചു. ചൂണ്ടൽ പഞ്ചായത്തിൽ 2024-25 സാമ്പത്തിക വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം വനിതകൾക്കായി പോത്തുകുട്ടി വിതരണം നടത്തി. നെല്ലുവായ് ശ്രീ മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണിവേലയോടനുബന്ധിച്ച് നാടൻപാട്ട് അവതരണം നടന്നു. കണ്ടാണശ്ശേരി പഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഹരിതകർമ്മസേനയ്ക്ക് സോർട്ടിംഗ് ടേബിൾ വിതരണം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ കേരള വിരുദ്ധ ബജറ്റിനെതിരെ CPM പുന്നൂർകുളം ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടത്തി. കരിക്കാട് കാരുകുളം മഹാശിവവിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം ചൊവ്വാഴ്ച നടക്കും. മുണ്ടത്തിക്കോട് പാതിരിക്കോട്ടുകാവ് ഭരണിവേലയോടനുബന്ധിച്ച് വടക്കുമുറി വിഭാഗത്തിന്റെ വേലകൊടിയേറ്റം നടന്നു. ഗൃഹനാഥനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. നായരങ്ങാടി വൈലത്തൂർ പതേരി കോളനിയിൽ താമസിക്കുന്ന കാട്ടിശ്ശേരി വീട്ടിൽ 54 വയസ്സുള്ള സുരേഷാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ചത്. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.